ഓണക്കോടിയും സദ്യക്കുള്ള കൂട്ടുമൊക്കെ വാങ്ങാൻ അങ്ങാടിയിലേക്ക് ഇറങ്ങുന്നവർ ഒന്ന് ശ്രദ്ധിക്കണം. ട്രെയിനും ബസ്സും ലക്ഷ്യം വെച്ചിറങ്ങുന്നവരും ജാഗ്രത പുലർത്തണം. നിങ്ങൾ ഉദ്ദേശിച്ച സമയത്ത് ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളെല്ലാം ഗതാഗത കുരുക്കിൽ പൊറുതിമുട്ടുകയാണ്. റോഡുകളുടെ ശോചനീയാവസ്ഥയും പാർക്കിങ്ങിലെ വീഴ്ചകളുമെല്ലാം ഇതിന് കാരണമാണ്. വിവരങ്ങളുമായി കോഴിക്കോട് പൊറ്റമലയിൽ നിന്ന് ഷബീർ ഒമർ, കൊച്ചി അരൂരിൽ നിന്ന് അഹമ്മദ് മുസ്തഫ എന്നിവർ ചേരുകയാണ്. ഷബീർ ഒമറിലേക്ക്. ഷബീർ, ഞാനൊരു ഉച്ചയായപ്പോൾ അങ്ങ് ടൗണിൽ പോയി എന്ന് വന്നതേയുള്ളൂ. അതിഭീകരമായ ഗതാഗത കുരുക്കായിരുന്നു. അരയിടത്ത് പാലം തൊട്ട് ഇങ്ങ് തൊണ്ടയാട് വരെ. ഇപ്പോഴും അതേ രീതിയിൽ തന്നെ ഗതാഗത കുരുക്ക് തുടരുകയാണോ? യാത്രക്കാർ നട്ടം തിരിയുകയാണോ? ദിവ്യ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം, ഞാനിപ്പോൾ നിൽക്കുന്നത് പൊറ്റമ്മൽ ജംഗ്ഷനിലാണ്. ഈ സർക്കിൾ ആ ഭാഗത്താണ്. ഇവിടെ സാധാരണഗതിയിൽ വൈകിട്ടായാൽ തിരക്കുണ്ടാകാറുണ്ട്. നമുക്കറിയാം, പ്രത്യേകിച്ച് തിങ്കൾ ശനി ദിവസങ്ങളിൽ സാധാരണഗതിയിൽ വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. ഇപ്പോൾ ഓണ സീസൺ കൂടിയാണ്. ഓണത്തിരക്ക് കൂടി റോഡിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് ഇവിടുത്തെ കാഴ്ച സൂചിപ്പിക്കുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു സംഗതി, ഈ പൊറ്റമ്മൽ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കോഴിക്കോട് നഗരത്തിൽ നിന്ന് മെഡിക്കൽ കോളേജ്, ഒപ്പം തന്നെ മുക്കം, അരീക്കോട് ആ ഭാഗത്തേക്ക്, മലപ്പുറത്തേക്ക് പോകുന്നവരടക്കം ഈ ഭാഗത്തൂടെ വരുന്നവരുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് അരീക്കോട് ഭാഗത്ത്, ഒപ്പം തന്നെ ഇടവണ്ണപ്പാറ അങ്ങനെ പോകുന്നവർ പ്രധാനമായും മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ടവർ കൂടുതലായും ആശ്രയിക്കുന്ന പാത കൂടിയാണ്. അപ്പോൾ വലിയ തിരക്ക് സാധാരണഗതിയിൽ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഓണ സീസൺ കൂടി ആയതോടെ വലിയ വാഹന ബാഹുല്യം നമുക്ക് കാണാം. ഈ റോഡിന്റെ അവസ്ഥ മോശമല്ല, അത്യാവശ്യം വീതിയും മറ്റുമുള്ള റോഡാണ്. പക്ഷെ വാഹന ബാഹുല്യം തന്നെയാണ് ഇവിടുത്തെ തിരക്കിന് കാരണം. ഇപ്പോൾ പോലീസുകാർ, ഉദ്യോഗസ്ഥർ, റോഡ് ആൻഡ് സേഫ്റ്റി എൻഫോഴ്സ്മെന്റിന്റെ ഉദ്യോഗസ്ഥർ, ഒപ്പം തന്നെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ നിന്ന് ഈ ജംഗ്ഷനിൽ കേന്ദ്രീകരിച്ചാണ് ഈ വാഹനങ്ങളെ കൃത്യമായി കടത്തിവിടുന്നതെങ്കിൽ വലിയ തിരക്കിലേക്ക് പോകും. കാരണം കൃത്യമായ അളവിൽ ഓരോ ഭാഗത്തു നിന്നും വാഹനങ്ങളെ കടത്തിവിട്ട് ക്രമീകരിച്ചാണ് ഇപ്പോൾ ഈ വാഹന ഗതാഗതം നിയന്ത്രിക്കുന്നത്. വലിയ വാഹന ബാഹുല്യം ഈ ഭാഗത്ത് കാണാം. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, നഗരത്തിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോകുന്ന ആ റൂട്ടിൽ വലിയ തിരക്ക് കാണാനില്ല. ഇപ്പോൾ നഗരത്തിലേക്ക് പോകുന്ന ഭാഗത്ത്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കാണുന്ന ദൃശ്യങ്ങൾ നഗരത്തിലേക്കുള്ള പാതയാണ്. അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഭാഗത്ത് നിന്ന് നഗരത്തിലേക്ക് പോകുന്ന പാതയാണ്. ആ ഭാഗത്താണ് വലിയ തിരക്കുള്ളത്. എന്താ വലിയ തിരക്കുണ്ടോ? വലിയ തിരക്കാണോ? നല്ല തിരക്കാണല്ലോ അല്ലേ? ട്രാഫിക് എന്താ ഇവിടെ? തിരക്കുണ്ടോ? നല്ല തിരക്കുണ്ടോ? ആ, നല്ല തിരക്കുണ്ട്. ഞങ്ങള് റോഡ് മാറി കയറി പോന്ന മെഡിക്കൽ കോളേജ് വഴിയല്ല. സാധാരണ തിരക്കുണ്ട്. തിരക്കുണ്ട്. ഇനിയിപ്പോ അങ്ങോട്ട് പോയി അറിയില്ല. എന്തായാലും സാധാരണഗതിയിൽ തിരക്കുള്ള റോഡാണ്. ഇപ്പോൾ ഓണക്കാലം ആയതോടെ തിരക്ക് കുറച്ചുകൂടി കൂടിയിട്ടുണ്ട് എന്ന് തന്നെ യാത്രക്കാർ പറഞ്ഞു. ഇപ്പോൾ ഇത് നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥരിൽ കൂടി ചോദിക്കാം, ഈ ഓണക്കാലമായിട്ട് തിരക്കുണ്ട് കൂടുതൽ? ഭയങ്കര തിരക്കാണ്. ഇപ്പൊ നിങ്ങൾ തന്നെ കണ്ടില്ല അവിടെ ഉണ്ടായത്. അതിന്റെ ഇടയിൽ കൂടെ ഒരു ആക്സിഡന്റ് ഉണ്ടാവും, അന്നേരം ഇതേപോലത്തെ ബ്ലോക്ക് വരും. മൊത്തത്തിൽ ബ്ലോക്കായിട്ട് തിരക്കുകളാണല്ലോ, ഓണത്തിരക്കാണല്ലോ. ക്രമീകരിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ മൊത്തത്തിൽ ബ്ലോക്കായിട്ട് ഓണത്തിന്റെ തിരക്കുണ്ടല്ലേ? ഓണത്തിന്റെ തിരക്ക് തന്നെയാണ് ഇപ്പോൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. വരും ദിവസങ്ങൾ എന്തായാലും തിരക്കുണ്ടാവും. എന്തായാലും അത് തന്നെയാണ്. ഓണ സീസൺ ആയതോടുകൂടി വാഹനത്തിരക്ക് കുറച്ചധികമുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ചെറിയ ചെറിയ ആക്സിഡന്റുകൾ, വണ്ടി തട്ടുന്ന സ്ഥിതി അതുകൂടി ഇവർക്ക് നോക്കേണ്ടതുണ്ട്. ഇത്തരം ബ്ലോക്കുകളിലാണ് പ്രത്യേകിച്ച് വാഹനങ്ങൾ നിർത്തിയിട്ട് മുന്നോട്ടെടുക്കുന്ന സമയത്താണ് ചെറിയ രീതിയിലൊക്കെ വാഹനങ്ങൾ തട്ടി അപകടം ഉണ്ടാകാറുണ്ട്. അത് പരിക്കിലേക്കൊന്നും എത്തില്ല, പക്ഷെ വാഹനത്തിന് കാര്യമായ കേടുപാടുകൾ ഉണ്ടാകുന്ന ആക്സിഡന്റുകൾ ഈ തിരക്കിനിടയിൽ ഉണ്ടാകാറുണ്ട് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ, റോഡ് സേഫ്റ്റി എൻഫോഴ്സ്മെന്റിന്റെ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. എന്തായാലും കോഴിക്കോട് സാധാരണഗതിയിൽ തിരക്കുള്ള ഒരു റൂട്ടാണ്. നേരത്തെ പറഞ്ഞതുപോലെ മെഡിക്കൽ കോളേജിലേക്കൊക്കെ വരുന്ന മാവൂർ റോഡ്, അതായത് നഗരത്തിൽ നിന്ന് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് വരുന്ന റൂട്ടിൽ സാധാരണഗതിയിൽ തിരക്കുണ്ടാകാറുണ്ട്. ഇപ്പോൾ ഈ ഓണക്കാലം ആയതോടെ, ഓണക്കാലം എന്ന് പറയുമ്പോൾ ഇനി ഓണത്തിനുള്ള ഒരുക്കങ്ങളാണ്. വരും ദിവസങ്ങളിൽ ആളുകൾ വിവിധ സാധനങ്ങൾ വാങ്ങാൻ വരുന്ന സമയം കൂടിയാണ്. പ്രത്യേകിച്ച് ഓണക്കോടി എടുക്കണം, അപ്പോൾ തന്നെ പൂക്കളം ഇടാനുള്ള പൂക്കൾ വാങ്ങാൻ വരുന്നവരടക്കമുണ്ട്. അപ്പോൾ ആ നിലയ്ക്കുള്ള ആളുകൾ പുറത്തിറങ്ങുന്ന സമയം കൂടിയാണ്, വൈകിട്ട് വരുന്ന സമയം കൂടിയാണ്. ഒപ്പം തന്നെ സ്കൂൾ അവധി കൂടി ആരംഭിച്ചിട്ടുണ്ട്. മിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഓണാവധിയിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് കുട്ടികളുമായി പുറത്തിറങ്ങുന്ന ആളുകളും ഈ നിരവധിയായ വാഹനങ്ങൾ ആ നിലയ്ക്ക് വരുന്നവരുണ്ട്. അപ്പോൾ കോഴിക്കോട് നഗരത്തിൽ ഈ ഭാഗത്താണ് സാധാരണ തിരക്കുണ്ടാകാറുള്ളത്. ഈ ഭാഗത്ത് വലിയ തിരക്ക്, ഓണത്തിന്റെ തിരക്കിലേക്ക് കടക്കുകയാണ്. ഇനിയിപ്പോൾ നഗരത്തിലേക്ക് പോയാൽ, നേരത്തെ ദിവ്യ തന്നെ സൂചിപ്പിച്ചത്, പുതിയ സ്റ്റാൻഡ് ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ
ഇതേ തിരക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയാം മരടത്ത് പാലത്തിന് ആ ഭാഗത്തൊക്കെ വലിയ തരത്തിലുള്ള തിരക്കുണ്ടാകും. തൊണ്ടയാട് പാലം വരെ, തൊണ്ടയാട് സിഗ്നൽ വരെ ഈ നിലയ്ക്ക് തിരക്കുണ്ടാകാറുണ്ട്. സിഗ്നലിൽ നിർത്തിവിടുന്ന വാഹനങ്ങളിൽ സിഗ്നൽ റെഡ് ലൈറ്റ് ആകുമ്പോൾ അവിടെ ഉണ്ടാകാറുള്ള വാഹനങ്ങളുടെ നിര എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ കുറച്ച് മാറിയിട്ടാണ് ഉണ്ടാവുക. പക്ഷേ ഇത്തരം ഈ ഓണക്കാലമാകുന്നതോടെ സിഗ്നലിൽ നിർത്തിവിടുന്ന വാഹനങ്ങളുടെ നിര കൂടി വലുതാകും. നീണ്ട നിര വാഹനങ്ങൾ സിഗ്നലിൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഓണത്തിന്റെ തിരക്കിലേക്ക് കോഴിക്കോട് നഗരവും കടക്കുകയാണ്. വാഹനത്തിരക്കുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് പുറത്തിറങ്ങുന്നപ്പോൾ ഈ പറഞ്ഞതുപോലെ ട്രെയിനിനും ബസ്സിനും ഒക്കെ ലക്ഷ്യമാക്കി കൃത്യസമയത്ത് പോകേണ്ട ആളുകൾ ഈ തിരക്ക് കൂടി കണക്കാക്കി വേണം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ, അല്ലെങ്കിൽ ആ നിലയ്ക്ക് വേണം അതിന് തയ്യാറെടുപ്പുകൾ നടത്താൻ എന്നാണ് ഈ തിരക്ക് കണ്ട് നമുക്ക് പറയാനുള്ളത്. അതാണ് അരമണിക്കൂർ കൊണ്ട് എത്തേണ്ടടുത്ത് 1-1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞാണ് എത്താൻ കഴിയുന്നത്. അത്രയധികം ഗതാഗത കുരുക്ക് രൂക്ഷമാണ് ഇന്ന്, അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ തന്നെ ഇതാണ് അവസ്ഥ എങ്കിൽ 1-2 ദിവസം കഴിയുമ്പോൾ ഉത്രാടത്തിനൊക്കെ എന്തായിരിക്കും സ്ഥിതി എന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ.